ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യ ശാസ്ത്രമാണ്. കഴിഞ്ഞ വർഷം ഓണപരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഞാൻ പറയുന്നുണ്ട്. അത് പഠിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ലാസ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ ആ ചോദ്യങ്ങളും കൂടി ഒന്ന് കാണുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. പുരാതന ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രമായിരുന്നു ഏതൻസും സ്പാർട്ടയും. അപ്പോൾ അതിൻ്റെ ഒരു സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആശയപടം പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഏതൻസിൽ എന്താ നിലനിന്നിരുന്നത്? ജനാധിപത്യമാണ് നിലനിന്നിരുന്നത്. സ്പാർട്ടയിലോ പ്രഭുഭരണമാണ് നിലനിന്നിരുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൻസിൻ്റെ മറ്റ് സവിശേഷതകൾ ഏതൊക്കെയാണ്? ഇനി ഏതൊക്കെ കൊടുക്കാം? കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ രീതിയായിരുന്നു ഏതൻസിൽ നിന്നിരുന്നത്. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത എന്തുണ്ടായിരുന്നു? സൈനിക സേവന നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ ശക്തമായ കപ്പൽ പടയും സൈനിക വ്യൂഹവും ആർക്കാണ് ഉണ്ടായിരുന്നത്? ഏതൻസിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 പോയിന്റിൽ ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾക്ക് ആശയപടത്തിൽ എഴുതാം. ഇനി സ്പാർട്ടയിൽ എന്താണ്? സ്പാർട്ടയിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി, പ്രഭുഭരണമാണ് ഉണ്ടായിരുന്നത്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതൊരു പോയിന്റായിട്ട് എഴുതാം. പിന്നെ എന്താണ്? ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് സ്പാർട്ടയിൽ എഴുതാം. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുരാതന ഗ്രീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഒളിമ്പിക്സ് ആരംഭിച്ചത് എവിടെയാണ്? ഗ്രീസിലാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒന്നുകൂടി ഉണ്ട്, എന്താണ്? നാഗരികതയുടെ ജന്മസ്ഥലമാണ് ഏത്? ഗ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. ഇനി ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ പരിണാമഘട്ടവും അതിൻ്റെ സവിശേഷതകളും കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഹോമിനിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമിനിഡുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇരുകാലിൽ നടക്കുന്നവരാണ്. ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? 4 കാലിലാണ് നടക്കുന്നത്. ഹോമോ ഹാബിലസ് എന്ന് പറഞ്ഞാൽ ഉപകരണ നിർമ്മാതാക്കളാണ്. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിവർന്നു നിൽക്കുന്ന മനുഷ്യരാണ്. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാലാണ് ബുദ്ധിയുള്ള മനുഷ്യർ. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഹോമോ സേപ്പിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ എന്തായാലും ഓർമ്മ വയ്ക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ഓരോന്നായിട്ട് നോക്കാം. പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്തനികളിൽ ഒരു വിഭാഗമാണ്. ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ അവർ 4 കാലിൽ, കേട്ടോ. നോയിഡാണ് 4 കാലിൽ നടക്കുന്നത്. ഹോമിനിഡാണ് എന്ത്? 2 കാലിൽ നടക്കുന്നത്. ഇനി ഹോമിനിഡുകൾ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ആസ്ട്രലോപിത്തേക്കസും ഉണ്ട്, ഹോമോയും ഉണ്ട്. ഇനി 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപകരണം നിർമ്മിക്കുന്നവരെയാണ് ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഉപകരണം നിർമ്മിക്കുന്നവരെയാണ് ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത്. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിവർന്ന് നിൽക്കുന്ന മനുഷ്യരാണ് ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോമോ സാപ്പിയൻസ് നമ്മളൊക്കെ ഹോമോ സാപ്പിയൻസിൽ വരുന്നതാണ്. ബുദ്ധിയുള്ള മനുഷ്യരാണ് എന്തിൽ വരുന്നത്? ഹോമോ സാപ്പിയൻസ് വരുന്നത്. ഇനി നോക്കി, ഹോമിനിഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ പറഞ്ഞു ഇരുകാലിൽ നടക്കുന്നവരാണ്. 1D വരുന്ന ആൻസർ ഏതാണ്? അത് നോക്കൂ, ബി ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 1D എന്ന് പറയുന്നത് ബിയിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ബി ആണ് കേട്ടോ ആൻസർ. ഹോമിനിഡുകൾ എന്താണ്? ഹോമിനിഡുകൾ ഇരുകാലിൽ നടക്കുന്നവരാണ്. ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോയിഡുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഏതാണ്? 2C ആണ്. 4 കാലിൽ നടക്കുന്നവരാണ്. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിവർന്ന് നിൽക്കുന്ന, ഇറക്റ്റായിട്ട്. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ നിവർന്ന് നിൽക്കുന്ന മനുഷ്യർ, അതായത് 3B ആണ് ആൻസർ വരുന്നത്. ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപകരണം നിർമ്മിക്കുന്നവരെയാണ് ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? 1B ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. മധ്യശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് കടന്നപ്പോൾ മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം പുരോഗതികൾ ഉണ്ടായി? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 2ഉം ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ നോക്കാം. ഇതിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. കണ്ടോ, പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ട മിനുസമുള്ള കല്ല് ഉപകരണങ്ങൾ ഉപയോഗിച്ചു. കൃഷി ആരംഭിച്ചു. ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ചക്രം കണ്ടുപിടിച്ചത് ഏത് ശിലായുഗത്തിലാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? നവീന ശിലായുഗത്തിലാണ്. കൃഷി ആരംഭിച്ചത് എപ്പോഴാണ്? നവീന ശിലായുഗത്തിലാണ്. മിനുസമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയതും നവീന ശിലായുഗത്തിലാണ്. അപ്പോൾ അതൊക്കെയാണ് മാറ്റങ്ങൾ.
ഓക്കെ, അതിൻ്റെ കൂടെ ജസ്റ്റ് ഇതും കൂടി പറഞ്ഞുതരാം. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രം ചോദിച്ചാൽ ഏതാണ്? അത് ഭിംബേട്കയാണ് കേട്ടോ. അടുത്തത് എന്താണ്? 3A ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിന് A, B എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ആദ്യത്തെ ചോദ്യം നോക്കാം. വെങ്കലയുഗത്തിൽ നദികൾ കേന്ദ്രീകരിച്ച് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. നമുക്കറിയാം വെങ്കലയുഗത്തിലാണ് നദികൾ കേന്ദ്രീകരിച്ച് കുടിലൊക്കെ വെച്ച് താമസം തുടങ്ങിയത്. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത്തരം ഏതാ വരുന്നത്? ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണ്. നഗരാസൂത്രണം എവിടത്തെയാണ്? ഹരപ്പൻ സംസ്കാരത്തിൻ്റെയാണ് പ്രധാന സവിശേഷതയായിട്ട് വരുന്നത്. മെസപ്പൊട്ടേമക്കാരുടെ എഴുത്ത് സമ്പ്രദായത്തെ വിശുദ്ധമായ എഴുത്ത് എന്ന് വിശേഷിക്കപ്പെടുന്നു. ആണോ? അല്ല. മെസപ്പൊട്ടേമക്കാരുടെ എഴുത്ത് സമ്പ്രദായം അല്ല, വിശുദ്ധമായ എഴുത്താരുടെയാണ്. അത് ഈജിപ്ഷ്യൻസിൻ്റെ ആണ് കേട്ടോ. ഹൊയാങ്ഹോ നദീതടത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. ശരിയാണോ? അതെ, ശരിയാണ്. ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ ഫറവോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതാണ്? മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായത്തെയാണ് വിശുദ്ധമായ എഴുത്ത് എന്ന് വിശേഷിക്കപ്പെടുന്നത്. അതാണ് തെറ്റ്. ഓക്കെ, സംസ്കാരങ്ങളുടെ സവിശേഷതകൾ പരിശോധിച്ച് തന്നിരിക്കുന്ന പട്ടികകൾ ശരിയായി ക്രമീകരിക്കുക. ഓക്കെ, പട്ടിക ശരിയായിട്ട് ക്രമീകരിക്കാനാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ വരുന്ന ഏതാണ്? കെയ്റോ നഗരം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നൈലിൻ്റെ ദാനം അത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ വരുന്നതാണ്. പിരമിഡുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിരമിഡുകളും ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ വരുന്നതാണ്. ഇനി മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തിൽ ഏതാ വരുന്നത്? നദികൾക്കിടയിലെ പ്രദേശം മെസപ്പൊട്ടാമിയൻ സംസ്കാരമാണ്. ചാന്ദ്രപഞ്ചാംഗം അല്ലെ, ചാന്ദ്രപഞ്ചാംഗം മെസപ്പൊട്ടാമിയൻ സംസ്കാരമാണ്. അതുപോലെ തന്നെ ലഗാഷ് നഗരവും മെസപ്പൊട്ടാമിയൻ സംസ്കാരമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? വെങ്കലയുഗ സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്ത് സമ്പ്രദായങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അവ ഏതെല്ലാം സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതുക. ഓക്കെ, ക്യൂണിഫോം ലിപി ബന്ധപ്പെട്ടിട്ടുള്ളത് മെസപ്പൊട്ടാമിയൻ നഗരജീവിതവുമായിട്ടാണ്. ഓക്കെ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അതിൻ്റെ കൂടെ നോക്കാം. യൂണിഫോം ലിപി വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ്. ആപ്പിൻ്റെ ആകൃതിയിൽ ബെഡ് ഷേപ്ഡ് ആയിട്ടുള്ള ചിത്രലിപിയാണിത്. കളിമൺ ഫലകങ്ങളിലാണ് ഇത് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ യൂണിഫോം ലിപിയുടെ പ്രത്യേകതകളാണ്. എന്തൊക്കെയാണ്? കളിമൺ ഫലകത്തിലാണ് എഴുതിയിരുന്നത്. ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ, കളിമണ്ണോട് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ എന്താണ്? ഒരു ആപ്പിൻ്റെ ആകൃതിയിലാണ് എന്ത് വന്നിരുന്നത്? ആ ഒരു ഫലകം വന്നിരുന്നത്. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കണ്ടോ? അത് കണ്ടാൽ അറിയാം. കണ്ടോ? ചിത്രങ്ങൾ പോലെയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് അതിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. ഈ ലിപി വികസിപ്പിച്ചെടുത്തത് ആരാണ്? സുമേറിയക്കാരാണ്. പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത പിക്ചറിൽ നമുക്ക് കൊടുത്തിട്ടുള്ള ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് കൊടുത്തിട്ടുള്ളത്. എവിടെയാണ്? ഈജിപ്തിലെയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി വരുന്നത്. എവിടെയാണ്? ഈജിപ്തിലാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി വരുന്നത്. പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ആയിട്ട് അറിയപ്പെടുന്നത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് എന്തിനാ പറയുന്നത്? ഹൈറോഗ്ലിഫിക്സ് ലിപിയെ പറയപ്പെടുന്നത്. ഹൈറോഗ്ലിഫിക്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധമാണ്, അതായത് അത്രത്തോളം പവിത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് എവിടെ തന്നെയാണ്? അമ്പലങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒക്കെയാണ് ഈ ഒരു ലിപി ഉപയോഗിച്ചിരുന്നത്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർന്ന ലിപിയാണ് എന്ത്? ഹൈറോഗ്ലിഫിക്സ് ലിപി വരുന്നത്. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. ഇതൊക്കെയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. അപ്പോൾ ഈ ക്യൂണിഫോം ലിപിയും ഹൈറോഗ്ലിഫിക്സ് ലിപിയും അതിൻ്റെ പ്രത്യേകതകളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗം കൂടി ഒന്ന് പഠിച്ചു പോവുക. ഓക്കെ, ഹൈറോഗ്ലിഫിക്സ് ലിപി ആരുടെയാണെന്ന് പറഞ്ഞത്? പുരാതന ഈജിപ്തുകാരുടെയാണെന്ന് നമ്മൾ പറഞ്ഞു. വിശുദ്ധമായ എഴുത്ത് എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിയിട്ടാണ് എന്ത് എഴുതിയിരുന്നത്? ഹൈറോഗ്ലിഫിക്സ് എഴുതിയിരുന്നത്. പിന്നെ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് അത് വായിച്ചിരുന്നത്. ഇനി നാലാമത്തെ ചോദ്യം. ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ അല്ലേ. അതിൻ്റെ സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്ഷാംശ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഭൂമധ്യരേഖയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നോക്കാം ഓപ്ഷൻസ്. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ആണോ? അതെ, ഏറ്റവും വലുത് ഏത് തന്നെയാണ്? ഭൂമധ്യരേഖ തന്നെയാണ്. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളാക്കി സങ്കല്പിക്കാം. ശരിയല്ലേ? ശരിയാണ്.
0 ഡിഗ്രി അക്ഷാംശ രേഖ അല്ലേ? 0 ഡിഗ്രി തന്നെയാണ് ഏത് വരുന്നത്? ഭൂമധ്യരേഖ വരുന്നത്. ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ആണോ? ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ തെറ്റ് ഏതാണ്? ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, അതാണ് തെറ്റ്. ഇനി ഗ്ലോബ് വരച്ച് അക്ഷാംശ രേഖകളൊക്കെ അടയാളപ്പെടുത്താൻ പറയുന്നുണ്ട്. ഈ കാണുന്ന പോലെ നിങ്ങൾക്കത് വരയ്ക്കാം. ഓക്കെ, അടുത്ത ചോദ്യം 5ാമത്തെ ചോദ്യമാണ്. ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. അപ്പോൾ ആ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായവയാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ്. ശരിയാണോ? അതെ, ശരിയാണ്. ജനങ്ങൾ ഇല്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. ബി തെറ്റാണ്. സി എന്താണ്? രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായി നിർവചിക്കപ്പെട്ടതായ ഭൂപ്രദേശം അനിവാര്യമാണ്. ശരിയാണോ? ശരിയാണ്. രാഷ്ട്രം ഒരു താൽക്കാലിക സ്ഥാപനമാണ്. ആണോ? രാഷ്ട്രം ഒരു താൽക്കാലിക സ്ഥാപനമാണോ? അല്ല. അപ്പോൾ ബിയും ഡിയും തെറ്റാണ്. ശരിയായിട്ടുള്ളത് എയും സിയും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ് പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ചർച്ചയിൽ അവതരിപ്പിക്കാൻ ആവശ്യമായ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുക. അപ്പോൾ രാഷ്ട്രത്തിലെ ക്ഷേമത്തെക്കുറിച്ച് കുറച്ച് പോയിൻ്റാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഗവൺമെൻറ് ഉറപ്പുവരുത്തും. പിന്നെ റേഷൻ കടകൾ, അങ്ങനെയുള്ള റേഷൻ കടകളിലൂടെയൊക്കെ എന്താണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം നമുക്ക് ശരിയായി ഉറപ്പായിട്ട് കിട്ടുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അംഗൻവാടികളിലൂടെ കുട്ടികൾക്ക് വേണ്ട പോഷകാഹാരവും ഗർഭിണികൾക്ക് വേണ്ട പോഷകാഹാരവും നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ട്. അതൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി 6ാമത്തെ ചോദ്യം എന്താണ്? 6A 6B എന്നീ ഭാഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട 2 ദർശനങ്ങളാണ് ബുദ്ധമതവും ജൈനമതവും. അതിലേതാണ് ശരിയായത്? ജൈനമതത്തിൻ്റെ ആശയം എന്നാണ് ആദ്യത്തെ ചോദ്യം. ഏതാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. അതാണ് ശരി. സി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ ജൈനമതം ഏതാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും 2 ആശയങ്ങൾ ഉൾപ്പെടുത്തി ഈ ടേബിൾ ഓക്കെ, അപ്പോൾ ജൈനമതത്തിൻ്റെ ആശയങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ജൈനമതമാണ്. ജീവനുള്ള ഒരു വസ്തുവിനെയും ഉപദ്രവിക്കരുതെന്ന് പറയുന്നത് ജൈനമതമാണ്. കളവ് പറയരുത്, മോഷ്ടിക്കരുത് ജൈനമതത്തിൻ്റെ ആശയമാണ്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. അതിനെയാണ് എന്ത് പറയുന്നത്? ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്. ത്രിരത്നങ്ങൾ എന്താണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് ജൈനമതം ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ആശയങ്ങൾ പറഞ്ഞത്? എല്ലാ വസ്തുവിനും ജീവനുണ്ട്. അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു ജീവനുള്ള വസ്തുവിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത് എന്ന് പറയുന്നുണ്ട്. കളവ് പറയരുത്, മോഷ്ടിക്കരുത് എന്ന് പറയുന്നത് ജൈനമതമാണ്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി ചെയ്യണം എന്ന് പറയുന്നത് ജൈനമതമാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബുദ്ധമതത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഏതൊക്കെയാണ്? ഹിംസിക്കരുത്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ് അല്ലേ? ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത് തന്നെയാണ് ഹിംസിക്കരുത് എന്ന് പറയുന്നതും. ഹിംസിക്കരുത്, കളവ് പറയരുത്, അന്യരുടെ മുതൽ ആഗ്രഹിക്കരുത്, കളവ്, സത്യസന്ധത പുലർത്തുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ആശയങ്ങൾ ഏതെങ്കിലും 2 നിങ്ങൾ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇത് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. അപ്പോൾ മഗധയെ വളർച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതാൻ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഘടകങ്ങൾ എഴുതുക, കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട്. ഒരു മഹാജനപദമാകുന്നതിന് മഗധയെ സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാമാണ്? ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും മഗധയ്ക്ക് ഉണ്ടായിരുന്നു. ഇരുമ്പയിരിൻ്റെ സാന്നിധ്യം, ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും എവിടെ നടന്നിരുന്നു? മഗധയിലുണ്ടായിരുന്നു. ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠിത. ഓക്കെ, പിന്നെന്താണ്? കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തിലും ഉണ്ടായിരുന്ന പുരോഗതി. അപ്പോൾ ഏതൊക്കെയാണ് മഗധയുടെ വളർച്ച? ഏറ്റവും മെയിനായിട്ട് പറയുന്നത് അവിടുത്തെ ഭരണാധികാരികൾ, അവർ ഭരിച്ചിരുന്ന ആൾക്കാർ വളരെ കഴിവുള്ളവരായിരുന്നു. ശക്തമായ സൈന്യവും ഉണ്ടായിരുന്നു, ശക്തമായ ഭരണാധികാരികളും ഉണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ വരുന്നത്. രണ്ടാമത്തെ എന്താണ്? ഇരുമ്പയിരിൻ്റെ സാന്നിധ്യം അല്ലേ? ഇരുമ്പയിര് ഉണ്ടായത് കൊണ്ട് തന്നെ എന്താണ്? അവർക്ക് അതുകൊണ്ടുള്ള ആയുധങ്ങളും മറ്റും നിർമ്മിക്കാനും ഉപയോഗിക്കാനും പറ്റി. പിന്നെന്താ പറയുന്നത്? അവർ മണ്ണ് എന്ന് പറയുന്നത് ഫലഭൂയിഷ്ഠമായിരുന്നു. എന്തുകൊണ്ടാണ്? ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം അതിനുണ്ടായിരുന്നു. പിന്നെ 4ാമത്തത് പറയുന്നത് എന്താണ്? ഫലഭൂയിഷ്ഠമായ മണ്ണായതുകൊണ്ട് തന്നെ എന്താണ്? അവർക്ക് കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും അവർക്ക് പുരോഗതി ഉണ്ടായെന്ന് പറയാം. ഓക്കെ,
ബി ക്വസ്റ്റ്യൻ എന്താ? താഴെ തന്നിരിക്കുന്നവയിൽ മഗധയുമായി ബന്ധപ്പെട്ടവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠിത. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ശരിയല്ലേ? അത് ശരിയാണ്. മഗധയുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു പാടലിപുത്ര. ആണോ? പാടലിപുത്ര ആയിരുന്നില്ല, രാജഗൃഹയായിരുന്നു മഗധയുടെ ആദ്യകാല തലസ്ഥാനമായിട്ട് നിന്നിരുന്നത്. പിന്നീടാണ് അത് വാണിജ്യ ആവശ്യത്തിനൊക്കെ ആയിട്ട് പാടലിപുത്രയിലേക്ക് മാറ്റിയത്. ഇനി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് മൗര്യ രാജ്യം സ്ഥാപിച്ചു. അത് ശരിയാണോ? ശരിയാണ്. മഗധയുടെ ഭരണാധികാരിയായിരുന്നു ധനനന്ദനൻ. ശരിയാണോ? ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും വരുന്നത്. നമുക്കിനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോവാം. എന്താണ്? പ്രൈമേറ്റുകളാണ്. സസ്തനികളിലെ ഒരു വിഭാഗത്തെയാണ് പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത്. ഈ ടേബിൾ ചിലപ്പോൾ ഇതുപോലെ തന്നെ കൊടുക്കാം കേട്ടോ, നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയാം. അപ്പോൾ പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ സസ്തനികളിലെ ഒരു വിഭാഗമാണ്. ഹോമിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? 4 കാലിലാണ് നടക്കുക. ഇനി അതിന് ഹോമിനിഡ് എന്ന് പറഞ്ഞാലോ 2 കാലിലാണ് നടക്കുക. ഹോമിനിഡുകളെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ആസ്ത്രലോ പിത്തേക്കസും ഉണ്ട്, ഹോമോയും ഉണ്ട്. ഹോമോയെ വീണ്ടും 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതാണ് ആദ്യത്തെ വരുന്ന? ഹോമോ ഹാബിലിസ് ആണ്. ഹാബിലിസ് എന്ന് പറഞ്ഞാൽ ആരാ? ഉപകരണം നിർമ്മിക്കുന്നവരാണ്. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നിവർന്നു നിൽക്കുന്ന മനുഷ്യരാണ്. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യരെയാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ശിലായുഗത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രാചീന ശിലായുഗമുണ്ട്, മധ്യശിലായുഗമുണ്ട്, നവീന ശിലായുഗമുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ എന്താ പറയുന്നത്? ശിലായുഗത്തിൻ്റെ ആദ്യത്തെ ഘട്ടമാണ്. ആ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ എന്താണ്? പരുക്കൻ കല്ലുകളാണ് ഉപകരണങ്ങളായിട്ട് വരുന്നത്. ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി. കണ്ടോ? ആ കല്ല് കണ്ടോ? കുറച്ച് വലുതാണ് കണ്ടോ? അപ്പോൾ പരുക്കൻ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടമാണ് ശേഖരണം വേട്ടയാടലും ഉപജീവനമാക്കിയത് പ്രാചീന ശിലായുഗത്തിലാണ്. മധ്യശിലായുഗം കണ്ടോ? ഈ പിക്ചറെങ്കിലും ഒന്ന് ഓർമ്മിച്ച് വെക്കുക, അതെങ്കിലും ഒന്ന് വരച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ചിത്രം ചോദിച്ചില്ലെങ്കിലും ചിത്രം വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് എഴുതാനും പറ്റും, അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, മധ്യശിലായുഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മുകളിലത്തെ പിക്ചർ നോക്കിയേ. അപ്പോൾ വ്യത്യാസം എന്താ വന്നത്? സൂക്ഷ്മശിലാ ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ച് തുടങ്ങിയത്. ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി. പിന്നെ എന്താണ്? മൃഗത്തോലുകളും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി. ഓക്കെ, മധ്യശിലായുഗം. ആ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. മധ്യശിലായുഗത്തിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താ? ശിലയെ പറ്റി, കല്ലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കുറച്ചുകൂടി നേർത്തതും സൂക്ഷ്മ ശിലാ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ എന്താണ്? മധ്യശിലായുഗത്തിലാണ് മത്സ്യം കേട്ടോ. മധ്യശിലായുഗത്തിലാണ് മത്സ്യം കഴിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യമായ ഇലകളും കഴിച്ചു തുടങ്ങി. അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് പറയാം? മധ്യശിലായുഗത്തിൽ തന്നെയാണ് മൃഗത്തോലുകളും മരത്തോലുകളും അവർ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചതും മധ്യശിലായുഗത്തിലാണ്. ഓക്കെ, ഇനി നവീന ശിലായുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ പരിഷ്കരിച്ചിട്ടുള്ള ശിലാ ആയുധങ്ങൾ അവർ ഉപയോഗിച്ച് തുടങ്ങി. കൃഷി ആരംഭിച്ചു. അതുപോലെ തന്നെ ചക്രം കണ്ടുപിടിക്കുകയും എന്തും ചെയ്തു? മൺപാത്ര നിർമ്മാണം തുടങ്ങിയതുമൊക്കെ നവീന ശിലായുഗത്തിലാണ്. ചോദിക്കാറുണ്ട് കേട്ടോ, ചക്രം കണ്ടുപിടിച്ചത് ഏത് ശിലായുഗത്തിലാണ് ചോദിച്ചാൽ ഏതാണ്? നവീന ശിലായുഗമാണ്. മൺപാത്രം ഉപയോഗിച്ച് തുടങ്ങിയതും നവീന ശിലായുഗത്തിലാണ്. ഓക്കെ, ഇനി സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? സ്ഥിരവാസം തുടങ്ങിയത്, ഒരു സ്ഥലത്ത് അവർ നിന്ന് താമസിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? അവർ താമസിക്കാൻ വേണ്ടി എന്താണ്? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി അല്ലേ? കുടിലുകളൊക്കെ നിർമ്മിച്ചു തുടങ്ങി. പിന്നെ എന്താണ്? ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു അല്ലേ? ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്താണ്? സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ തുടങ്ങി. അതൊരു സാമൂഹിക ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. മൂന്നാമത്തേത് എന്താണ്? സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു അല്ലേ? ഒരു സ്ഥലത്ത് ഒരു കൂട്ടം മനുഷ്യർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തുടങ്ങും അല്ലേ? ഭക്ഷണമായാലും അല്ലെങ്കിൽ എന്താണ് യാത്ര ചെയ്യാനായാലും അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവർ ചെയ്തു തുടങ്ങും. അത് ക്രമേണ എന്താണ്? ഗ്രാമങ്ങളായിട്ടും അതുപോലെ തന്നെ നഗരങ്ങളായിട്ടും വികാസം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് വെങ്കല സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അവിടുത്തെ മണ്ണ് ഫലഭൂയിഷ്ഠമായ മണ്ണായിരിക്കും. ജലത്തിൻ്റെ ലഭ്യത, അതുപോലെ തന്നെ അനുകൂലമായ കാലാവസ്ഥ. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു. ക്യൂണിഫോം ലിപി ആരുടെയാണ്? ഈ മെസപ്പൊട്ടാമിയക്കാരുടെയാണ്. പിന്നെ ഏതാണ്?
ഓക്കെ, ഹൈറോഗ്ലിഫിക്സ് ലിപി ആരുടെയാണ്? അത് ഈജിപ്ഷ്യൻസിൻ്റെ ആണ്, പുരാതന ഈജിപ്ത്യൻകാരുടെയാണ്. ഓക്കെ, ഇനി ഈജിപ്തിലെ രാജാക്കന്മാരെ നമ്മൾ വിളിക്കുന്നത് ഫറവോ എന്നാണ്. മെസൊപ്പൊട്ടാമിയയുടെ ആരാധനാലയങ്ങൾ സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കിയിരുന്നതും ചാന്ദ്ര പഞ്ചാംഗവും ഗുണനവും ഹരണവും ഒക്കെ വന്നത് മെസൊപ്പൊട്ടാമിയക്കാരുടെ സംഭാവനകളിലാണ് കേട്ടോ. സംസ്കാരത്തെക്കുറിച്ച് എഴുതാൻ ചോദിക്കാറുണ്ട്. ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതാം. നഗരാസൂത്രണം തുടങ്ങിയത് എവിടെയാണ്? ഹരപ്പൻ സംസ്കാരത്തിലാണ്. അതിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശത്തുമായി വീടുകളൊക്കെ വെച്ച് തുടങ്ങിയത് ഹരപ്പൻ സംസ്കാരത്തിലാണ്. ചുട്ടെടുത്ത ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. അഴുക്കുചാല സമ്പ്രദായം വന്നത് ഇതിലാണ്, ഹരപ്പൻ സംസ്കാരത്തിലാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഏതൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ തെരുവുകളുടെ ഇരുവശത്തുമായി വീടുകൾ വെച്ചു. ആ വീടുകൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്? ഈ ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അതുപോലെ തന്നെ അഴുക്കുചാൽ പദ്ധതിയൊക്കെ വന്നത് ഏതിലാണ്? ഹരപ്പൻ സംസ്കാരത്തിലാണ്. ഓക്കെ, അപ്പോൾ നഗരാസൂത്രണം നടന്നത് ഹരപ്പനിലാണ്. ഇനി മൊഹൻജോദാരോയിലെ വലിയ കുളം എന്ന് പറയുന്നുണ്ട്. മൊഹൻജോദാരോയിലെ വലിയ കുളമാണ് അടുത്തതായിട്ട് പറയുന്നത്. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നഗരമായിരുന്നു ഏത്? മൊഹൻജോദാരോ. അവിടെ അവർ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു കുളമാണ് ഏത്? മൊഹൻജോദാരോയിലെ ഈ വലിയ കുളം. എങ്ങനെയാണ് കണ്ടോ? ആ പിക്ചറിൽ കാണുന്ന പോലെ പടവുകളൊക്കെ 4 വശത്തും ഉണ്ടായിരുന്നു. കുളിക്കാനായിട്ടുള്ള കുളിമുറികളും അവിടെ ഉണ്ടായിരുന്നു. ശുദ്ധജലം ആ ഒരു കുളത്തിലേക്ക് നിറയ്ക്കാനും അതുപോലെ തന്നെ മലിനജലം ഒഴുക്കി വിടാനുള്ള സംവിധാനവും ഈ മൊഹൻജോദാരോയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ഹരപ്പൻ സംസ്കാരത്തിൽ എന്താണ് നെല്ല് കൃഷിയൊക്കെ ചെയ്തിരുന്നതിന് തെളിവുണ്ട്. അങ്ങനെയുള്ള നെല്ലൊക്കെ സംഭരിച്ച് അവർ ശേഖരിച്ച് വെച്ചിരുന്നത് ഇങ്ങനെയുള്ള ധാന്യപ്പുരകളിലാണ് കേട്ടോ. ഇനി കരകൗശല വിദ്യ കണ്ടോ? ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളും മുദ്രകളും ആഭരണങ്ങളും ഒക്കെ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷത ചോദിച്ചാൽ ഈ 4 നിങ്ങൾക്ക് എഴുതാം. ആദ്യത്തെ ഏതാണ് നമ്മൾ പറഞ്ഞത്? നഗരാസൂത്രണം നടന്നു. രണ്ടാമത്തത് മൊഹൻജോദാരോയിലെ ആ ഗ്രേറ്റ് ബാത്ത്, വലിയ കുളം നിങ്ങൾക്ക് എഴുതാം. ധാന്യപ്പുര നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ കരകൗശല വിദ്യയും നിങ്ങൾക്ക് എഴുതാം. സംസ്കാരത്തിൻ്റെ തകർച്ച. ഓക്കെ, അപ്പോൾ ഹരപ്പൻ സംസ്കാരം എന്തുകൊണ്ടൊക്കെയാണ് തകർന്നത്? കാലാവസ്ഥയിലുണ്ടായിരുന്ന മാറ്റങ്ങൾ, തുടർച്ചയായിട്ടുണ്ടായ പ്രളയങ്ങൾ, ഭൂമി കൂടുതലായിട്ട് ഉപയോഗിച്ചത് അല്ലെ, അമിതമായിട്ട് ഉപയോഗിക്കുക, വനനശീകരണം, ഇതൊക്കെ ഹരപ്പൻ സംസ്കാരത്തെ ഇല്ലാതാക്കി. ഗ്രീക്ക് തത്വചിന്തകർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരാണ്? സോക്രട്ടീസും പ്ലേറ്റോവും അരിസ്റ്റോട്ടിലുമാണ്. അറിവാണ് നന്മ എന്ന് പറഞ്ഞത് സോക്രട്ടീസാണ്. സംവാദ രീതിയിലൂടെയാണ് ആശയങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത്. പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ്. അക്കാദമി എന്ന പഠന കേന്ദ്രം തുടങ്ങിയത് പ്ലേറ്റോ ആണ്. പ്രധാന കൃതി ഏതാണ് പ്ലേറ്റോൻ്റെ? റിപ്പബ്ലിക്കാണ്. ഇനി അരിസ്റ്റോട്ടിലോ? പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു ആര്? അരിസ്റ്റോട്ടിൽ. ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവും ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത് അറിവാണ് നന്മ എന്ന് പറഞ്ഞത് ആരാണ്? സോക്രട്ടീസ് ആണ്. പ്ലേറ്റോ ആണ് അക്കാദമി തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി ഏതാണ്? റിപ്പബ്ലിക് ആണ്. അരിസ്റ്റോട്ടിൽ അക്കാദമിയിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹമാണ് ലൈസിയം എന്ന ഒരു പഠന കേന്ദ്രം പുതുതായിട്ട് സ്ഥാപിച്ചത്. പൊളിറ്റിക്സ് രചിച്ചതും ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, റോമൻ സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകൾ ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. ഇനി റോമൻ ചക്രവർത്തിമാരെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? പ്രിൻസെപ്പ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പ്രിൻസെപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. അപ്പോൾ രാജാവിനെ പ്രിൻസെപ്പ് എന്ന് വിളിക്കും. ആ ഒരു ഭരണ സംവിധാനത്തെ പറയുന്നതാണ് പ്രിൻസിപ്പേറ്റ് എന്ന്. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണം സ്ഥാപിച്ചത്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യം ആർക്കുണ്ടായിരുന്നു? റോമൻ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആണ്. ജൈനമതത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞു, നമ്മൾ ബുദ്ധമതത്തിൻ്റെ സവിശേഷതകളും പറഞ്ഞു. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ ചോദിക്കാറുണ്ട്. നിയമനിർമ്മാണ വിഭാഗമുണ്ട്, കാര്യനിർവഹണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്. പേരിൽ തന്നെ ഉണ്ട്. നിയമനിർമ്മാണ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് നിയമനിർമ്മാണ വിഭാഗം. നിലവിലുള്ള നിയമങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതും ആര് തന്നെയാണ്? നിയമനിർമ്മാണ വിഭാഗം തന്നെയാണ്. ഓക്കെ, ഇനി
കാര്യനിർവഹണ വിഭാഗം, കാര്യം നിർവഹിക്കുക, കാര്യം ചെയ്യുക അല്ലേ. അപ്പം നിയമം ഉണ്ടാക്കുന്നത് കഴിഞ്ഞു. അപ്പോൾ ആ നിയമം പ്രാവർത്തികമാക്കുന്നത് ആരാണ്, നടപ്പിലാക്കുന്നത് ആരാണ്, ഈ കാര്യനിർവഹണ വിഭാഗമാണ്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതൊക്കെ ഏത് വിഭാഗമാണ്, കാര്യനിർവഹണ വിഭാഗമാണ്. ചോദിക്കാറുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് ആരാണ്, കാര്യനിർവഹണ വിഭാഗമാണ്. ഇനി നീതിന്യായ വിഭാഗം എന്താ പറയുന്നത്, നിയമങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ, ആ നിയമങ്ങളൊക്കെ ശരിയായിട്ട് നടപ്പിലാക്കുന്നു. ഓക്കെ, എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷകൾ കൊടുക്കുന്നതും തീർപ്പ് കൽപ്പിക്കുന്നതും ഒക്കെ ആരാണ്, നീതിന്യായ വിഭാഗമാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. താങ്ക്